ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമായി പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി ചിത്രീകരിക്കുന്ന മാപ്പ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. തന്ത്രപ്രധാനമായ ഈ ജലപാതയ്ക്ക് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ വാദം ഇറാൻ ശക്തമായി തള്ളി. തങ്ങളുടെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാന്റെ പ്രതിനിധി മുഹമ്മദ് ഖാബർ ഗാലിബാഫ് വ്യക്തമാക്കി. അമേരിക്കൻ നാവിക ഉപരോധം നീക്കുക, എണ്ണ വ്യാപാരത്തിനായുള്ള ഉപരോധം തടയുക, വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് ഈ ആവശ്യങ്ങളെന്നും യുഎസ് പിന്നീട് കരാർ പാലിച്ചില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. പ്രതിസന്ധി പരിഹരിക്കാൻ ഒമാനുമായി ചേർന്ന് ഇറാൻ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഒമാനെതിരെ ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾക്കിടയിൽ ഒമാൻ തടസ്സം സൃഷ്ടിച്ചാൽ അവിടെ ബോംബാക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപിന്റെ അനുയായിയായ ജാരദ് കുഷ്ണർ അറിയിച്ചു. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യുഎസ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് കുഷ്ണർ വ്യക്തമാക്കി.